വെൽക്കം ടു അവർ ചാനൽ ഹിന്ദി ഹബ്. ഇന്ന് നമ്മൾ നോക്കുന്നത് SLC ഹിന്ദിയിലെ അവസാനത്തെ യൂണിറ്റായ ഫിഫ്ത്ത് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സിലാ ബീൻതി ലഡ്കിയ എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഗാലി ഖേത്തോ മേ ലഡ്കിയാ ക്യോം ആത്തി ഹോഗി? ഒഴിഞ്ഞ വയലിൽ പെൺകുട്ടികൾ എന്തിനാവും വന്നിട്ടുണ്ടാവുക? ഗാലി ഖേത്തുമേ ഒഴിഞ്ഞ വയലിൽ ലഡ്കിയാ പെൺകുട്ടികൾ ക്യോം എന്തിനാവും ആത്തി ഹോഗി വന്നിട്ടുണ്ടാവുക? അപ്പോൾ ഒന്നിൻ്റെ ആൻസർ നോക്കാം. गाली खेतों में लड़कियां सिला बीनने के लिए एक साथ आती है. ഗാലി ഖേത്തോമേ ഒഴിഞ്ഞ വയലിൽ ലഡ്കിയ പെൺകുട്ടികൾ സിലാ ബീന്നെ കേലി നെൽക്കതിരുകൾ പെറുക്കാൻ വേണ്ടി ഏക് സാത്ത് ഒരുമിച്ച് ആത്തിഹെ വരുന്നു. വേ അവർ ലഡ്കിയ അവർ സമൂഹ ബനാക്കർ കൂട്ടമായിട്ട് ഖേത്തോമേ വയലുകളിലെ സിലാ ചുൻതിഹെ നെൽക്കതിരുകൾ തിരയുകയാണ്. അപ്പോൾ ഒഴിഞ്ഞ വയലിൽ പെൺകുട്ടികൾ നെൽക്കതിരുകൾ പെറുക്കാൻ വേണ്ടി ഒരുമിച്ച് വരുന്നു. അവർ സമൂഹമായിട്ട് കൂട്ടമായിട്ട് ഖേത്തോമെ വയലുകളിലെ സിലാ ചുൻതിഹെ നെൽക്കതിരുകൾ തിരയുകയാണ്. नेक्स्ट सेकंड क्वेश्चन. दान को पहचानने की क्षमता लड़कियों को कैसे मिली होगी? दान ധാന്യങ്ങളെ പഹച്ചാനേക്ക് തിരിച്ചറിയുവാനുള്ള ക്ഷമത കഴിവ് ലഡ്കിയോംകോ പെൺകുട്ടികൾക്ക് കൈസേ മിലി ഹോങ്കി എങ്ങനെയാവും ലഭിച്ചിട്ടുണ്ടാവുക? ധാന്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് പെൺകുട്ടികൾക്ക് എങ്ങനെയാവും കിട്ടിയിട്ടുണ്ടാവുക, ലഭിച്ചിട്ടുണ്ടാവുക? ക്ഷമത, കഴിവ്. അപ്പോൾ ആൻസർ നോക്കാം. വേ അവർ യഹ് കാര്യ കൈ വർഷം സെ കർത്തി ആ രഹി ഹെ. അവർ ഈ ജോലി ഈ ജോലി കൈ വർഷം സെ കുറേ വർഷങ്ങൾ മുതലേ കർത്തി ആ രഹീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ജോലി കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രംഗ് ഔർ ഖുഷ്ബു സെ ആധാർ പർ നിറവും സുഗന്ധവും അടിസ്ഥാനമാക്കി വേ അവർ ഉനെ പഹ്ചാൻ ലേത്തി ഹെ അത് തിരിച്ചറിയുന്നു. അവർ ഈ ജോലി കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിറവും മണങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്കിത് തിരിച്ചറിയാൻ സാധിക്കുന്നു. രംഗ്, നിറം, ഖുഷ്ബു, സുഗന്ധം, കാര്യ, ജോലി. नेक्स्ट क्वेश्चन. पीली धूप में उनकी हंसी और गुनगुनाहट, इन पंक्तियों का लड़कियों के जीवन से क्या संबंध है? पीली धूप में മഞ്ഞ വെയിലിൽ ഉൻകി ഹംസി അവരുടെ ചിരിയും അവർ ഗുൻഗുനാഹട്ട് മൂളിപ്പാട്ടും ഈ വരിയിൽ പെൺകുട്ടികളുടെ ജീവിതവുമായി എങ്ങനെ ഈ വരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ആൻസർ നോക്കാം. तेज धूप में भी लड़कियां सिला बीनते समय मुस्कुराती और गुनगुनाती रहती है. തേസ് ധൂപുമേയും സ്ട്രോങ് വെയിലിലും ശക്തമായ വെയിലിലും ലഡ്കിയ പെൺകുട്ടികൾ സിലാ ബീൻത്തെ സമയം നെൽക്കതിരുകൾ പെറുക്കുന്ന സമയത്തും മുസ്കുരാത്തി ചിരിക്കുന്നു. അവർ ഗുൻഗുനാത്തി രഹത്തിഹെ മൂളിപ്പാട്ടുകൾ പാടുന്നു. സിലാ ബീന ഉൻകാ ജീവൻ കാ ഏക് ഹിസ്സാ ഹെ. നെൽക്കതിരുകൾ പെറുക്കുക എന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. ജിസെ അതുകൊണ്ട് വേ ഖുഷി ഖുഷി അപ്പനാത്തി അവരത് സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് വെയിലിലും പെൺകുട്ടികൾ നെൽക്കതിരുകൾ പെറുക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുകയും മൂളിപ്പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. പെറുക്കുക എന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. സിലാ ബീന ഉൻകാ ജീവൻ കാ ഏക് ഹിസ്സാ ഹെ ജിസെ വേ ഖുഷി ഖുഷി അപ്പനാത്തി അവരത് സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലപാങ്കിയോം കെ ചോംജ് മാർനെ, ജലപക്ഷികൾ കൊക്കുകൊണ്ട് കൊത്തുന്നതും അവർ ലഡ്കിയോം കെ സിലാബീനെ പെൺകുട്ടികൾ നെൽക്കതിരുകൾ പെറുക്കുന്നതും തമ്മിൽ ക്യാ സംബന്ധ എന്ത് ബന്ധമാണ്? ജലപാങ്കിയോം കെ ചോംജ് മാർനെ ജലപക്ഷികൾ കൊക്കുകൊണ്ട് കൊത്തുന്നതും അവർ ലഡ്കിയോം കെ സിലാബീനെ ക്യാ സംബന്ധ പെൺകുട്ടികൾ നെൽക്കതിരുകൾ പെറുക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്?
അപ്പോൾ ആൻസർ നോക്കാം. ജൽപക്ഷിയോ നീർപക്ഷികളെ പാനീമേം ചോഞ്ച് മാർക്കർ ഉഡ്ജാനേക്ക് ബാദ്ബി വെള്ളത്തില് കൊക്കുകൊണ്ട് കൊത്തി ഉഡ്ജാനേക്ക് ബാദ്ബി പറന്നു പോയതിനു ശേഷവും വഹാം അവിടെ ഉൻകാ കളരവ് അവരുടെ ആ സൗണ്ട് ആ ശബ്ദം കൂഞ്ചത്താരഹ് താഹെ അവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉസി തരഹ് അതുപോലെ തന്നെ ലടുക്കിയ പെൺകുട്ടികൾ ഗേത്തുമേം ലൗഡ് ജാനേക്ക് ബാദ് വയലിൽ നിന്ന് വയലിൽ നിന്ന് ലൗഡ് ജാനേക്ക് ബാദ് ബി മടങ്ങിപ്പോയതിനു ശേഷവും ഉൻകാ മധുർസ്വർ അവരുടെ മധുരമായ ശബ്ദം വഹാം ബനാരഹ് താഹി അവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അവിടെ ഇങ്ങനെ എക്കോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ജലപക്ഷിയോ പാനീമേ ചോഞ്ച് മാർക്കർ ഉഡ്ജാനേക്ക് ബാദ് ബി ജലപക്ഷികൾ വെള്ളത്തിൽ നിന്ന് കൊക്കുകൊണ്ട് കൊത്തി പറന്നു പോയതിനു ശേഷവും വഹാം അവിടെ ഉൻകാ കളരവ് അവരുടെ സൗണ്ട് കളരവ് സൗണ്ട് ഗൂഞ്ചത്താരഹത്തായ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉസി തരഹ് അതുപോലെ തന്നെ ലടുക്കിയ പെൺകുട്ടികൾ ഗേത്തുമേ ലൗഡ് ജാനേക്ക് ബാദബി വയലിൽ നിന്ന് തിരിച്ചു പോയതിനു ശേഷവും ഉൻകാ മധുർസ്വർ അവരുടെ മധുരമായ ശബ്ദം വഹാം ബനാരഹത്താഹെ അവിടെ തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 100 ഗതിവിദ്യ മുതൽ നോക്കാം. അത് ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് മിലാൻ കരെ. എന്താണ് മിലാൻ കരെ? മാച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളത്തിനുമായി മാച്ച് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. രംഗീൻ ചിടിയ എന്താണ് ഇതിൻ്റെ മീനിങ്? രംഗീൻ ചിടിയ നിറമുള്ള പക്ഷികൾ, കളർഫുൾ ബേർഡ്സ്. ഗുലാബി റോഷ്നി പിങ്ക് പ്രകാശം, പിങ്ക് നിറ റോസ് കളറുള്ള പിങ്ക് കളറുള്ള പ്രകാശം. ചോംജ് മാർന പക്ഷികൾ അവരുടെ കൊക്കുകൊണ്ട് കൊത്തുക, ചോംജ് മാർന കൊക്കുകൊണ്ട് കൊത്തുക എന്നതാണ്. പീലി ധൂപ്പ് മഞ്ഞ വെയിൽ. ജിന്ദഗി കാ തീഖാപ്പ് എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ കഷ്ടപ്പാട്, കാഠിന്യം എന്നൊക്കെയാണ് കേട്ടോ. ഗാനെ കി തലാഷ് ഭക്ഷണം അന്വേഷിക്കുക. ഫൈൽത്തി പ്രസന്നത എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നു, പ്രസന്നത ഹാപ്പിനെസ്. സിലാബീൻതിയിൽ എടുക്കുക നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടികൾ. അപ്പൊ അത് രംഗീൻ ചിടിയാം. ഏതാണ് രംഗീൻ ചിടിയാൻ വരുന്നത്? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. രംഗീൻ ചിടിയ നിറമുള്ള പക്ഷികൾ എന്നത് സിലാബീൻ തീയിലടിക്കുക നെൽക്കതിരുകൾ പെറുക്കാൻ വരുന്ന പെൺകുട്ടികളെ ഉപമിച്ചതാണ് കവി നിറമുള്ള പക്ഷികൾ എന്ന് പറഞ്ഞിട്ട്. ഗുലാബി റോഷ്നി പിങ്ക് കളറുള്ള പ്രകാശം. ഫൈൽത്തി പ്രസന്നത അത് അവരുടെ പ്രകാശം അവിടെ വ്യാപിച്ചിട്ടുണ്ട്, അവർ ഹാപ്പി ആയിട്ടാണ് എന്നൊക്കെയാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ചോഞ്ച് മാർന കൊക്കുകൊണ്ട് കൊത്തുക എന്ന്. ഗാനേക്കി തലാഷ് ഭക്ഷണം കണ്ടെത്തുക എന്നതാണ്. പീലി ധൂപ്പ് മഞ്ഞ വെയില്. ജിന്ദഗി കാ തീക്കാപ്പൻ ജീവിതത്തിന്റെ കഷ്ടപ്പാട്. മഞ്ഞ വെയിലിലും അവർ ചിരിച്ചുകൊണ്ടും പാട്ടുപാടിയും ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞത് എന്താണ്? ജീവിതത്തിന്റെ കഷ്ടപ്പാട് എന്നതാണ് കവി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കവിത കെ ആധാർ പർ സഹി ആശയ ചുൻകറിലേക്ക്. ഇതില് കുറച്ച് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കവിതയുമായി ബന്ധപ്പെട്ടത് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദാൻ കടായി കെ സമയ ലടുക്കിയാം ഗേത്തുമേം ആത്തി ഹെ. ദാൻ ഖടായി കൊയ്ത്തിന്റെ സമയത്ത് ലടുക്കിയാം പെൺകുട്ടികൾ ഗേത്തുമേം ആത്തിഹെ വയലിൽ വരുന്നു. കൊയ്ത്തിന്റെ സമയത്താണോ പെൺകുട്ടികൾ വയലിൽ വന്നത്? ഇല്ല, ദാൻ കടായിക്ക് ബാദ് കൊയ്ത്തിന് ശേഷം പെൺകുട്ടികൾ വയലിൽ വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നെക്സ്റ്റ് പോയിന്റ്, സിലാബീനെ കേലിയെ ലടുക്കിയാം ഗേത്തുമേം ആത്തിഹെ നെൽക്കതിർ പെറുക്കാൻ വേണ്ടി പെൺകുട്ടികൾ വയലിൽ വരുന്നു. ശരിയാണല്ലോ അല്ലെ. നെക്സ്റ്റ്, ദോപ്ഹർ ഹോനെ പർ ഉച്ച സമയമായപ്പോൾ ലടുക്കിയ പെൺകുട്ടികൾ ദക്ക് ജാത്തി ഹെ ടയേർഡ് ആവുന്നു, ക്ഷീണിക്കുന്നു. ദോപ്ഹർ ഉച്ചയായപ്പോൾ പെൺകുട്ടികൾ ക്ഷീണിച്ചു എന്നാണോ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഉച്ചയായപ്പോൾ അവർ മഞ്ഞ വെയിലിലും പാട്ടും ചിരിയും മൂളിപ്പാട്ടുമായി അവരവരുടെ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിയല്ല. നെക്സ്റ്റ്, ലടുക്കിയാം കെ ചേഹരേക്ക് ഗുലാബി റോഷ്നി. ലടുക്കിയാം കെ ചേഹരേക്ക് പെൺകുട്ടികളുടെ മുഖത്തുള്ള
ഗുലാബി റോഷ്നി പിങ്ക് കളറുള്ള പ്രകാശം ധർത്തി പർ ഫൈൽത്തി ഹെ ആ ഏരിയ മുഴുവൻ ഭൂമി മുഴുവൻ വ്യാപിക്കുന്നു പറഞ്ഞാൽ അവർ നിന്ന് ആ ഏരിയ മുഴുവൻ വ്യാപിക്കുന്നു. അത് ശരിയാണല്ലേ, കവിതയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ലഡ്കിയാം ദാൻ കി പഹ്ചാൻനെ മേ അസമർത്ഥ് ഹെ. പെൺകുട്ടികൾ ധാന്യങ്ങൾ തിരിച്ചറിയാൻ അസമർത്ഥ് ഹോത്തി ഹെ കഴിവില്ലാത്തവരായിരുന്നു. ശരിയല്ല അല്ലെ, അവര് നിറവും മണവും കൊണ്ട് എല്ലാ ധാന്യങ്ങളും തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ലൗട്ട്നേക്ക് ബാദ് ബി മടങ്ങിപ്പോയതിനു ശേഷവും ഗേത്ത് മേ വയലിൽ ലഡ്കിയാം കി ഉപസ്ഥിതി ബരി രഹത്തി. എന്താ ഉപസ്ഥിതി? അവരുടെ പ്രസൻസ്, അവരുടെ സാന്നിധ്യം അവിടെ ബരി രഹത്തി നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണല്ലോ അല്ലെ. നെക്സ്റ്റ് കേവൽ ഏക് ജൂൻ കി ബാലിയോം ലേക്കർ. കേവലം ഒരു നേരം ജൂൺ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ബാലിയോം ലേക്കർ ധാന്യമണികളുമായി ലഡ്കിയാം ഘർ ലൗട്ത്തി ഹെ പെൺകുട്ടികൾ വീട്ടിലേക്ക് പോകുന്നു. ശരിയല്ലേ, അങ്ങനെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഇത് 4 കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? 2ാമത്തെ പോയിന്റും 4ാമത്തെ പോയിന്റും 6ഉം 7ഉം. നെക്സ്റ്റ് പേജ് നമ്പർ 101 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് കവിതാക്കി വിശ്ലേഷണാത്മക ടിപ്പണി ലിഖെ. ഈ കവിതയുടെ ആശയം എഴുതാനാണ്, ആ കവിതയുടെ ഷോർട്ട് നോട്ട് എഴുതാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയുടെ ടിപ്പണിയാണ് ഇത്. നോക്കാം. ശ്രീ ഏകാന്ത് ശ്രീവാത്സവ് ഹിന്ദി സാഹിത്യ के एक महत्वपूर्ण लेखक है. ശ്രീ ഏകാന്ത് ശ്രീവാത്സവ് ആണ് കവി അല്ലെ. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ ഒരു മഹത്വപൂർണ്ണ, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വലിയ ഒരു നല്ലൊരു ലേഖകനാണ്. ലേഖക ഹെ. ഉൻകി പ്രസിദ്ധ രചന, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു രചനയാണ് സിലാബിന്തി ലഡ്കിയ, നെൽക്കതിരുകൾ പിറക്കുന്ന പെൺകുട്ടികൾ എന്നത്. ഇസ് കവിതാമേം, ഈ കവിതയിലെ ആജീവിക കേലിയെ, എന്താണ് ആജീവിക? ഉപജീവന മാർഗത്തിന് വേണ്ടി, ആജീവിക ഉപജീവന മാർഗത്തിന് വേണ്ടി സംഘർഷരത് ലടുക്കിയ, കഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ ജീവിതവും അവർ കഠിനായും അവരുടെ കഷ്ടപ്പാടുകളെയും സജീവ് ചിത്രം കിയാകയായ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ കവിതയിൽ. കവിതയുടെ ആശയം എഴുതുമ്പോൾ 3 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഒരു കോളം വെച്ച് എഴുതുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫിൽ കവിതയെക്കുറിച്ചും കവിയെക്കുറിച്ചും ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിൽ ഈ കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത്. തേർഡ് പാരഗ്രാഫിൽ ഈ കവിതയിൽ കൊണ്ട് കവി എന്താണ് ഉദ്ദേശിച്ചത്, നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നിങ്ങനെ 3 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് दान की कढ़ाई के बाद गाली गेतों में सिला बीनने के लिए लड़कियां रंग बिरंगी चिड़ियों की तरह उतरती है. दान की कढ़ाई के बाद കൊയ്ത്തിന് ശേഷം ഗാലി കേത്തോമെ ഒഴിഞ്ഞ വയലിൽ സിലാബീനെ കേലിയെ നെൽക്കതിരുകൾ പെറുക്കാൻ വേണ്ടി ലടുക്കിയാം പെൺകുട്ടികൾ രംഗ് ബിരങ്കി ചെടിയോം കി തരഹ് ഉതിർത്തിയെ നിറമുള്ള പക്ഷികളെ പോലെ ഇറങ്ങി വരുന്നു. അവർ ചുണ്ട് ബനാക്കർ കൂട്ടമായിട്ട് ഏക് ഗേത്ത് സേ ദൂസരി ഗേത്ത് കി ഓർ ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലോട്ട് ബഡ്തി രഹത്തി ഹെ മുന്നേറുന്നു. ധൂപരാജ് വിഷ്ണുഭോഗ് യാ നാഗ് केसर जैसे दान के रंग और खुशबू से वे आसानी से पहचान कर लेती है. ധൂപരാജ്, വിഷ്ണുഭോഗ്, നാഗ് കേസർ ഇതൊക്കെ നെല്ലിനങ്ങളാണ്. ജൈസെ ദാൻ കെ രംഗ്, ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ രംഗ് ഔർ ഖുഷ്ബൂസെ നിറവും മണവും കൊണ്ട് അവർക്ക് ആസാനീസെ പെട്ടെന്ന് തന്നെ പഹ്ചാൻ കർ ലേത്തി ഹെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദോപ്ഹർ കി പീലി ഉച്ച സമയത്തെ മഞ്ഞ വെയിലിൽ ഉൻകി ഹംസി ഔർ ഗുൻഗുനാഹട്ട് അവരുടെ ചിരിയും മൂളിപ്പാട്ടും ചാരോം ഓർ 4 ഭാഗത്തും ഫൈലി ജാതി ഹെ വ്യാപിക്കുന്നു. ഉൻകെ ചെഹരേക്ക് അവരുടെ മുഖത്ത് നിന്നും ഗുലാബി ആഭ
ഗുലാബിയാബ പിങ്ക് പ്രകാശം, റോസ് കളറുള്ള ഒരു പ്രകാശം. ധർത്തിക്കോ ഭൂമിയെ, സുന്ദർ ഔർ ബനാദേത്തി അവർ നിൽക്കുന്ന ഏരിയയെ ഭംഗിയുള്ളതാക്കി മാറ്റുന്നു. ദോടി ദേർ കേലിയെ അല്പസമയം ആകുമ്പോത്തിന് ജബ് ഉൻക ബർത്തൻ ബർ കുറെ സമയം അല്പസമയം ആകുമ്പോത്തിന് അവരുടെ ബർത്തൻ പാത്രങ്ങൾ ബർ ജാത്താഹെ നിറയുന്നു. വേഷാം ഡെൽത്തെ ഡെൽത്തെ അവര് സന്ധ്യാസമയമാകുമ്പോൾ അപ്പനെ ഗർ ലൗഡ് ജാത്തി അവരുടെ വീട്ടിലോട്ട് പോകുന്നു. ഉൻകെ ചലേ ജാനേക്ക് ബാദ് ബി അവർ പോയി കഴിഞ്ഞതിന് ശേഷവും ഗേത്തോമയും വയലിൽ ഉൻകി മൗജൂദഗി അവരുടെ പ്രസൻസ് ഉൻകി മൗജൂദഗി അവരുടെ സാന്നിധ്യം പ്രസൻസ് ജലപക്ഷിയോം കി തരഹ് നീർപക്ഷികളെ പോലെ മഹസൂസ് ഹോത്തി രഹത്തി അവിടെ തന്നെ ഇങ്ങനെ അവരുടെ പ്രസൻസ് ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നു. മഹസൂസ് ഹോത്തി രഹത്തി തോന്നിപ്പോകുന്നു എന്നാണ് കവി ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് തേർഡ് പാരഗ്രാഫിൽ ഈ കവിതയുടെ ആശയം എന്താണ്, കവി എന്താണ് ഉദ്ദേശിച്ചത്, നമുക്ക് എന്താണ് ഈ കവിതയിൽ നിന്ന് പഠിക്കാനുള്ളത് എന്നതാണ് പറയുന്നത്. കവിതാമേ കവിതയിലെ ലड़कियों के संघर्ष और उनके जीवन के अनुभवों को प्रभावशाली ढंग से प्रस्तुत किया गया है. കവിതയിലെ പെൺകുട്ടികളുടെ കഷ്ടപ്പാടും അവരുടെ ജീവിതാനുഭവങ്ങളും പ്രഭാവശാലി ढंग से ഉചിതമായ രീതിയിൽ പ്രസ്തുത കിയാ ഗയാ ഹെ വർണ്ണിച്ചിരിക്കുന്നു. ജിസ്മേം അതിലെ ഗരീബ് ലോഗ് അപ്പനെ അധികാരം സെ വഞ്ചിത് രഹ ജാത്തെ ഹെ പാവപ്പെട്ട ആളുകൾ അവരുടെ അധികാരത്തിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്നു. വഞ്ചിത് രഹ ജാത്തെ വഞ്ചിക്കപ്പെടുന്നു. കവിത യഹ് സന്ദേശ് ദേത്തി കവിത ഈ സന്ദേശമാണ്, ഈ മോറലാണ് നമുക്ക് തരുന്നത്. കി സമാജ് മേ സംഘർഷരത ലോകവും കി സ്ഥിതി കോ ബദൽന ആവശ്യക ഹെ സമൂഹത്തിലെ സംഘർഷരത കഷ്ടപ്പെടുന്ന ആളുകളുടെ സ്ഥിതിക്കോ സിറ്റുവേഷന് ബദൽന മാറ്റേണ്ടത് ആവശ്യക അത്യാവശ്യമാണ്. ലड़कियों के संघर्ष के माध्यम से ഈ പെൺകുട്ടികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പാടിന്റെ മാധ്യമത്തിലൂടെ കവി നാരി സശക്തീകരണക്ക് ആവശ്യകത സ്ത്രീ ശാക്തീകരണത്തിന്റെ ഇമ്പോർട്ടൻസും സ്പഷ്ട രൂപസെ വ്യക്തമായ രൂപത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ കവിതയില് പെൺകുട്ടികളുടെ കഷ്ടപ്പാടും അവരുടെ ജീവിതാനുഭവങ്ങളും നല്ല രീതിയിൽ ഉചിതമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നു. ഇതിൽ പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ അധികാരങ്ങൾ റൈറ്റ്സിൽ നിന്ന് വഞ്ചിക്കപ്പെടുകയാണ്. കവിതയുടെ മോറൽ എന്തെന്ന് വെച്ചാൽ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ സിറ്റുവേഷൻ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പെൺകുട്ടികളുടെ കഷ്ടപ്പാടിനെ സൂചിപ്പിച്ച് കവി സ്ത്രീ സശക്തീകരണത്തെക്കുറിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും വ്യക്തമായ രൂപത്തിൽ സ്പഷ്ട രൂപത്തിലേക്ക് വ്യക്തമായ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം. ദാൻ കടായിക്ക് ബാദ് കോൻ ഗേത്തോമേം ഉദർത്തി ഹേ വിളവിന് ശേഷം കൊയ്ത്തിന് ശേഷം ആരാണ് വയലുകളിൽ ഇറങ്ങി വരുന്നത് ആരാണ്? സിലാബീൻ തീയിലടിക്കുക. ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സിലാബീൻ തീയിലടിക്കുക നെൽക്കതിരുകൾ ഇറക്കുന്ന പെൺകുട്ടികൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സിലാബീൻ തീയിലടിക്കുക കിസ് തരഹ് ഉദർത്തി ഹേ നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടികൾ ഏത് രീതിയിൽ ഇറങ്ങുന്നു എന്നാണ് കവി ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. രംഗീൻ ചിടിയോം കി തരഹ് നിറമുള്ള പക്ഷികളെ പോലെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലड़कियां ഗാലി ഗേത്തോമേ കൈസെ ആത്തി ഹേ പെൺകുട്ടികൾ ഒഴിഞ്ഞ വയലിൽ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ വരുന്നു എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. ചുണ്ട് കീ ചുണ്ട് കൂട്ടം കൂട്ടമായി അവർ പെൺകുട്ടികൾ കൂട്ടം കൂട്ടമായി നെൽക്കതിരുകൾ പെറുക്കാൻ വരുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബാലിയോം കോ ലड़कियों കൈസെ പഹ്ചാൻതി ഹേ എങ്ങനെയാണ് നെല്ലുകളുടെ ഇനങ്ങളെ പെൺകുട്ടികൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്. രംഗ് ഔർ ഖുഷ്ബൂസെ നിറവും മണവും കൊണ്ടാണ് അവർ തിരിച്ചറിയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദോപഹർ ബർ ക്യാ ഫൈലി രഹത്തി ഹെ ഉച്ചയാകുമ്പോൾ ശക്തമായ സ്ട്രോങ് വെയിലില് എന്താണ് അവിടെ വ്യാപിച്ചിരിക്കുന്നു, എന്തവിടെ ആകെ പരക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉച്ചവെയിലത്ത് എന്ത് അവിടെ വ്യാപിക്കുന്നു എന്നാണ് കവി പറഞ്ഞത്. ലड़कियों की ഹംസി और ഗുൻഗുനാഹട്ട് പെൺകുട്ടികളുടെ ചിരിയും മൂളിപ്പാട്ടുമാണ് അവിടെ ആകെ വ്യാപിച്ചിരിക്കുന്നു എന്ന് കവി പറഞ്ഞിട്ടുള്ളത്.
നെക്സ്റ്റ്, ലഡ്കിയോം കെ ബാലോമേം ക്യാ ഹംസത്തെ രഹത്തെ ഹെ, പെൺകുട്ടികളുടെ മൂടയിൽ എന്താണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ഹംസത്തെ രഹത്തെ, എന്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബാലോമേ, മുടികളിലെ. കനേർ കെ ഫൂൽ, കനേർ പൂക്കളിലെ, അരളിമരത്തിന്റെ പൂക്കള്. നെക്സ്റ്റ്, ലഡ്കിയോം കെ ചേഹരെ സെ ക്യാ ഫൂട്ട് കർ ധർത്തി പർ ഫൈൽത്തി ഹെ, പെൺകുട്ടികളുടെ മുഖത്ത് നിന്ന് എന്താണ് പൊട്ടിപ്പുറപ്പെട്ട് ഭൂമിയിലോട്ട് വ്യാപിച്ചിട്ടുള്ളത്. ഫൂട്ട് കർ, പൊട്ടിപ്പുറപ്പെട്ട്, ധർത്തി പർ, ഭൂമിയിലോട്ട്, ഭൂമി എന്ന് വെച്ചാൽ ആ ഏരിയയിലോട്ട്, ഫൈൽത്തി ഹെ, വ്യാപിച്ചിട്ടുള്ളത് എന്താണ്. ആൻസർ, एक ഗുലാബി റോഷ്നി, പിങ്ക് പ്രകാശം അല്ലെ, റോസ് കളറുള്ള പ്രകാശമാണ്. നെക്സ്റ്റ് നോക്കാം. ജബ് സായങ്കാൽ ഹോത്താ ഹെ ലഡ്കിയാം കോ ക്യാ ലഗ്താ ഹെ, സായങ്കാൽ സന്ധ്യാസമയം, ഈവനിങ് ടൈം എപ്പോഴാണ് ആകുന്നത്. ലഡ്കിയാം കോ ക്യാ ലഗ്താ ഹെ, അപ്പോൾ പെൺകുട്ടികൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് തോന്നുന്നു എന്ന് പറഞ്ഞത്. इतनी बालियों से एक वक्त का बड़की बर्बाद तैयार हो जाएगा. ഇത്തനീ ബാലിയോം സെ, ഇത്രയും ധാന്യങ്ങൾ കൊണ്ട്, ഏക്ക് വക്ത് ക, ഒരു നേരത്തിനുള്ള, ബടക്കി ബർ, ഒരു ബടക്കി എന്ന ഒരു ചെറിയ പാത്രം നിറയെ, ബർ നിറയെ, ബാത്ത് ചോറ്, തയ്യാർ ഹോ ജായേഗ, തയ്യാറാക്കാം. ഒരു നേരത്തിന് ഒരു കുഞ്ഞി പാത്രം നിറയെ ചോറ് തയ്യാറാക്കാം എന്നാണ് പെൺകുട്ടികൾ ചിന്തിച്ചത്. ഞാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൻ ചോഞ്ച് മാർക്കർ ഉടിച്ചാത്തി, ആരാണ് കൊക്ക് കൊണ്ട് കൊത്തിയിട്ട് പറന്നു പോകുന്നത്, ആര് കൊത്തിപ്പോകുന്നു. അതുപോലെ പെൺകുട്ടികളുടെ സാന്നിധ്യമൊക്കെ പറഞ്ഞു അല്ലേ. ആരാണ്. ജലപാങ്കിയ, നീർപക്ഷികൾ, ജലപക്ഷികൾ എന്നൊക്കെ പറയാം. നെക്സ്റ്റ്, ലഡ്കിയോം കെ ജാനെ കെ ബാദ്, പെൺകുട്ടികൾ പോയതിന് ശേഷം, ഗാലി കേത്തോമെ, ഒഴിഞ്ഞ വയലിൽ, ബഹുത്ത് ദീർത്ത്, കുറേ സമയം വരെ, ക്യാ ബരാരഹത്ത, എന്താണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞത്. ആൻസർ, സിലാബിന്തി ലഡ്കിയാം കാ ഹോന, സിലാബിന്തി ലഡ്കിയ, നെൽക്കതിരുകൾ പറക്കുന്ന പെൺകുട്ടികളുടെ ഹോന, അവരുടെ സാന്നിധ്യം, അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, സിലാബിന്തി ലഡ്കിയാം കിസ് പ്രകാർ കി രചന ഹെ, സിലാബിന്തി ലഡ്കിയാം എന്ന കവിത എന്നത് ഏത് തരത്തിലുള്ള രചനയാണ്, ഏത് രീതിയിലാണ്, കവിതയാണ് അല്ലേ. അത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഏത് തരത്തിലുള്ള രചനയാണ്, ആരാണ് അത് എഴുതിയത് എന്ന് പഠിക്കട്ടോ മക്കളെ. 12th ക്വസ്റ്റ്യൻ, സിലാബിന്തി ലഡ്കിയാം കിസ് കി രചന ഹെ, ആരുടെ രചനയാണ്, ആരാണ് കവി, ആരാണ് കവി. ശ്രീ ഏകാന്ത് ശ്രീവാത്സവ്. ഇനി നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്താണ് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. കവി ശ്രീ സിലാബിന്തി ലഡ്കിയാം എന്ന കവിത എഴുതിയ കവി ശ്രീ ഏകാന്ത് ശ്രീവാത്സവ്. അദ്ദേഹത്തിന്റെ ജനനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 8 ഫെബ്രുവരി 1964, 1964 ഫെബ്രുവരി 8-നാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. നോക്കുക, ഏകാന്ത് ശ്രീവാത്സവ് കാ ജന്മ ഛത്തീസ്ഗഡ് കെ റായ്പൂർ മേ ഹുവ. ഏകാന്ത് ശ്രീവാത്സവ്, അദ്ദേഹത്തിന്റെ ജനനം എവിടെയാണ്, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ചായിരുന്നു. കവിത, നിബന്ധ, ആലോചന ആദി കെ ക്ഷേത്രമേ പ്രസിദ്ധ ഹെ. കവിത, നിബന്ധ, ഉപന്യാസങ്ങൾ, ആലോചന, വിമർശനങ്ങൾ എന്നീ മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അന്ന കെ മേരെ ശബ്ദ്, മിട്ടി സെ കഹൂങ്ക ധന്യവാദ്, ബീജ് സെ ഫൂൽ തക്, പാനി ഭീതർ ഫൂൽ, ഇതെല്ലാം ആദി എക്സെട്ര, ഇതെല്ലാം ഉൻകി പ്രമുഖ രചന, അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളാണ്. ശരത് ബിലൗരെ സമ്മാൻ, രാം വിലാസ് ശർമ്മ സമ്മാൻ, കേദാർ സമ്മാൻ ആദി സെ പുരസ്കൃത ഹെ. ഈ 3 ബഹുമതികൾ അദ്ദേഹത്തിന് പുരസ്കാരമായി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് സിലാബിന്തി ലഡ്കിയാമിലെ ആക്ടിവിറ്റീസ് വരുന്നത്. മക്കൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.